നമസ്കാരം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു കാര്യം, നമ്മുടെ ഈ നടക്കുന്നവർക്ക് വേണ്ടിയുള്ളൊരു സംഭവമാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം എന്തെന്നറിയാം, വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന എനിക്ക് പരിചയമുള്ള ആൾക്കാരുമുണ്ട്, പരിചയമില്ലാത്ത ആൾക്കാരുണ്ട്. കാരണം ഞാൻ രാവിലെ ജിമ്മ് തുറക്കാനായിട്ട് പോകുന്ന സമയത്ത് പലവരെയും വർഷങ്ങളോളം കൊണ്ട് കാണുന്ന ആൾക്കാരെയാണ് ഞാൻ അവരെ വീക്ഷിക്കാറുണ്ട്. കാരണം വരുന്ന വഴിക്ക് 5 വർഷം മുമ്പ് നടന്നവരെയും, 1 വർഷം കൊണ്ട് നടക്കുന്നവർ, 6 മാസം കൊണ്ട് നടക്കുന്നവർ, 5 വർഷത്തിന് മുന്നിൽ നടക്കുന്നവരെയും ഞാൻ കണ്ടുണ്ട്. പക്ഷേ അവർക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം, അവർക്ക് വയറ് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവരെ കാണുമ്പോൾ. ബാക്കി ഭാവമൊക്കെ നന്നായിട്ട് ഒരു വ്യത്യാസം തോന്നുന്നുണ്ട്, പക്ഷേ വയറ് കുറയുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അവർ വയറ് കുറയാത്തതുകൊണ്ടാണ് അവർ പിന്നെയും ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. കാരണം വയറ് കുറയണമല്ലോ, വയറ് കുറയാതെ അവർ വിചാരിക്കുന്ന മറ്റ് ഭാഗങ്ങൾ കുറഞ്ഞിട്ട് അവർക്ക് തൃപ്തി വരുന്നില്ല. കാരണം ചെസ്റ്റ്, നെഞ്ച് അപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്, നെഞ്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്, കാലൊന്ന് കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ വയറ് മാത്രം കുറയുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് പറയാനുള്ളത്, ഞാൻ ഇതിനെ ഒരു 3 കാര്യം ഞാൻ അവരോട് പറയും. ഇപ്പം നടക്കാൻ പോകുന്നവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, നെഞ്ചൊട്ടി, കാല് തേമ്പി, വയറുന്തി, ഇതാണ് നടക്കാൻ പോകുന്നവരുടെ ഇപ്പോഴത്തെ അവസ്ഥ. എന്താ വെച്ചാൽ മനസ്സിലായല്ലോ, നെഞ്ച് നന്നായിട്ട് അങ്ങ് ഒട്ടും, ഈ ഭാഗമൊക്കെ അങ്ങ് ഒട്ടി സാധാരണ അങ്ങ് താഴും. കാല് എന്തെന്നറിയോ, കാല് അങ്ങ് തേമ്പും, മനസ്സിലായില്ലേ, കാലും അങ്ങ് തേമ്പും, പക്ഷേ വയറ് മാത്രം ഇങ്ങനെ തള്ളിയിരിക്കും. ഇത് കുറയാനാണ് ഈ ആശാമാർ പിന്നെ ഇങ്ങനെ അങ്ങ് നടക്കുകയാണ്. എവിടെ ഈ നടന്നതിൻ്റെ ദൂരം പിടിച്ച് നോക്കിയാൽ ദുബായ് കഴിയും, പക്ഷേ അവർക്ക് ഈ പറഞ്ഞ പോലെ വയറ് കുറയുന്നില്ല. അതിനൊരു വഴിയുണ്ട്, അതാണ് നിങ്ങൾ ചെയ്യാത്തത്. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സാധാരണ ഈ നടക്കുന്നവർ എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ ഒന്നും വേറെ നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, അതൊരു ചെറിയൊരു കാര്യമേ ഉള്ളൂ. സാധാരണ എൻ്റെ എനിക്ക് നടക്കാൻ പോകുന്നതിൽ എൻ്റെ കുറച്ച് സുഹൃത്തുക്കളോ അല്ലെങ്കിൽ എനിക്ക് പരിചയക്കാരോ ഒക്കെ ഞാൻ ഒന്ന് നിർത്തിയിട്ട് പറയും, വയറ് അകത്തോട്ട് പിടിച്ച് ഒന്ന് നടക്കാൻ പറയും. വയറ് അകത്തോട്ട് പിടിച്ച് നടക്കാൻ പറയും. കാരണം ഇനി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കൈ വീശി നടക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ കൊഴുപ്പ് കത്തുന്നുണ്ട്, നടക്കുന്നതുകൊണ്ട് ഇവിടുത്തെ കൊഴുപ്പ് കത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങും, ഇവിടെ ഉണങ്ങും. ഇതിന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ നടക്കാൻ പോകുന്നവരുടെ അവർക്ക് വേണ്ടി പറയാണ്, നിങ്ങൾ എപ്പോഴാണോ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങുന്നോ അപ്പോഴും മുതൽ വയർ അകത്തോട്ട് സ്റ്റക്ക് ചെയ്ത് പിടിക്കുക. അകത്തോട്ട് പിടിച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കൈവീശിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ അകത്തോട്ട് വയറ് പിടിച്ചിട്ടാണ് ഞങ്ങളോട് സംസാരിക്കാം. നമുക്കങ്ങനെ സംസാരിക്കാൻ പറ്റും, നമുക്ക് നടക്കാൻ പറ്റും, ബ്രീത്ത് വിടാൻ പറ്റും, എല്ലാം പറ്റും. അകത്തോട്ട് പിടിച്ച് വെച്ചിട്ട് നിങ്ങൾ അങ്ങ് കൈ വീശി അങ്ങ് സാധാരണ നിങ്ങൾ എങ്ങനെ നടക്കുന്നു അതങ്ങ് നടക്കുക. ഒരു 45 മിനിറ്റോ, അല്ലെങ്കിൽ 45 മിനിറ്റാണ്, ഒരു ദിവസം 3 കിലോമീറ്ററാണ് പറയുന്നത്, ഒരു മാസം 90 കിലോമീറ്റർ. ഇതാണ് ഡോക്ടർമാർ പറയുന്നത്. അല്പം കൂടുതൽ ആരോഗ്യം ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നടക്കുന്നതൊന്നും കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങളിപ്പോൾ വേറെ ഒന്നും ആയാസകരമായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ, നന്നായിട്ട് നടക്കുക. പക്ഷേ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നടക്കാൻ പോകുന്നവർ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോഴാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ വെറുതെ ഒരാൾ ഇരുന്നിട്ട് എനിക്ക് നടക്കാൻ പോകണം എന്നും പറഞ്ഞ് ആരും ഇറങ്ങുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ ജിമ്മിലായിരിക്കും പോകുന്നത്. പക്ഷേ നടക്കാൻ പോകുന്നവരെല്ലാവരും ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ പറയും, നിങ്ങൾക്ക് ഷുഗറാണ്, അല്ലെങ്കിൽ ഷുഗറിൻ്റെ ബോർഡറിൽ നിൽക്കുകയാണ്, അതുപോലെ നിങ്ങൾക്ക് കൊളസ്ട്രോളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് BP ഉണ്ട്. ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടുതലാകുമ്പോഴാണ് അവർ പറയുന്നത് ഒന്ന് നടക്കാൻ, വ്യായാമം ചെയ്യണം. അപ്പോൾ നമ്മൾ ഏറ്റവും ഉത്തമ മാർഗ്ഗം നടക്കാൻ പോകാനാണ് ഡോക്ടർ പറയുന്നത്. ഓക്കെ, നടക്കുക. ഈ നടക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ചെസ്റ്റും അതുപോലെ നെഞ്ചും അല്ലെങ്കിൽ കാലും ഒക്കെ മെലിയുമെങ്കിലും പക്ഷേ നിങ്ങളുടെ ഈ വയറ് കുറയുന്നില്ല. ഈ വയറ് കുറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങൾ വയറ് അകത്തോട്ട് സ്റ്റക്ക് ചെയ്ത് നിന്നിട്ട് ഇപ്പോൾ അകത്തോട്ട് സ്റ്റക്ക് ചെയ്ത് നിന്ന് കൈ വീശി നടന്നു നോക്കിയേ, ശരിക്കും 3 ആഴ്ചയാകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിരിക്കും. ഞാനിവിടെ എൻ്റെ സുഹൃത്തുക്കളോട് ഞാനിപ്പോൾ വഴി നിർത്തിയിട്ട് പറയും, എടാ നീ ഇങ്ങനെ എന്തായാലും വീശി നടക്കുകയല്ലേ, ഒരു കാര്യം ചെയ്യും, വയറകത്തോട്ട് പിടിച്ച് നടക്കുക. അപ്പോൾ ആ പുള്ളി ചോദിക്കാണ്ട്, വയറകത്തോട്ട് പിടിച്ച് നടന്നാൽ ശ്വാസം വിടാൻ പറ്റുമോ? ഞാൻ പറയും തീർച്ചയായിട്ടും ശ്വാസം വിടാം. നിങ്ങൾക്ക് പെട്ടെന്ന് പറ്റില്ല. എങ്ങനെ പെട്ടെന്ന് നമുക്ക് അകത്തോട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് അകത്തോട്ട് പോലെ കഴിയുന്നതും ആ വയറിനും കൂടി കുറച്ച് ആയാസം കൊടുക്കണം. ഈ വയറിന് ആയാസം കൊടുക്കുന്നത് വയറകത്തോട്ട് പിടിക്കുമ്പോൾ നമ്മൾ വയറിന് ആയാസം വന്നു എന്നുവെച്ചാൽ അകത്ത് ഫാറ്റ് ബാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, സ്ട്രക്കായിരിക്കുമ്പോൾ അപ്പോഴാണ് നിങ്ങൾ ശരിക്കും പറയാൻ നിങ്ങളുടെ വയറ് കുറയണത്. അല്ലാതെ നിങ്ങൾ എത്ര കിലോമീറ്റർ നടന്നാലും, എൻ്റെ അനുഭവത്തിൽ വെച്ച് ഞാൻ പറയണത്, എൻ്റെ അറിവ് വെച്ചാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കാലും ചെസ്റ്റ് നെഞ്ചൊക്കെ ഉണങ്ങി നിങ്ങൾ കിട്ടുന്നത് പോലെ വയറ് കുറയത്തില്ല.
വയറ് കുറയണമെങ്കിൽ ഇതാണ്. ഈ വയറും കൂടി അകത്തോട്ട് സ്റ്റക്ക് ചെയ്ത് കൈവീശി നടന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറുണ്ടല്ലോ, നിങ്ങളൊന്ന് വിളിച്ച് ചോദിക്കുക, ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾ പറഞ്ഞുതരാം. ആഹാരത്തിൻ്റെ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അത് നല്ലൊരു കാര്യമാണ് ആഹാരം. അത് ഈ ആഹാരത്തിന് അതിന് മുമ്പ് ചെയ്യേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നടന്ന് ഒരിടത്ത് പോയി റെസ്റ്റ് എടുക്കുകയാണ്. ഈ നടക്കുന്ന സമയത്തല്ല നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പ് പുറത്തോട്ട് വരണം. ശ്രദ്ധിച്ചാൽ മതി. നടക്കുമ്പോൾ നമ്മൾ ഈ നടക്കുന്ന സമയത്തുണ്ടാകുന്ന കാറ്റ് കാരണവും മറ്റ് ഇത് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഈ എയർ അകത്തോട്ട് കയറുമല്ലോ, തണുപ്പ് കാരണം ശരീരം ചൂടായെങ്കിലും ഇത് പുറത്ത് വേർത്ത് വരാൻ ചാൻസ് കുറവാണ്. പക്ഷേ നമ്മൾ എവിടെയെങ്കിലും പോയി നടന്നിട്ട് 2 മിനിറ്റ് ഇരിക്കുമ്പോഴാണ് ഈ വേർപ്പ് പുടപുടാന്ന് 4 സൈഡും പൊട്ടി ഇനി പുറത്ത് വരുന്നത്. പക്ഷേ അന്നേരം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കും, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാരണവശാലും കർച്ചീഫ് എടുത്തോ ടവലെടുത്തോ നിങ്ങളെ ശരീരം കൈകൊണ്ടോ തുടക്കുകയേ ചെയ്യരുത്. തുടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോമത്തിൽ കൂടെയാണ് നമ്മളെ കൊഴുപ്പും വേർപ്പെല്ലാം പുറത്തുകൂടെ വരണം. ഇതങ്ങ് പേസ്റ്റ് പോലെ അങ്ങ് അടയും. അപ്പോൾ നമ്മളിപ്പോൾ ശരീരത്തിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ വേർത്ത് ഉടനെ നിങ്ങൾ ഇങ്ങനെ അങ്ങ് അടിച്ചു കളഞ്ഞാൽ ഇവിടെ പിന്നെ നിങ്ങൾ വേർപ്പ് വരില്ല. നിങ്ങളൊന്ന് ഒരു പരീക്ഷണം നോക്കി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ നടന്നിട്ട് പോയി നിൽക്കുകയാണ്. നടന്നിട്ട് പോയി നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വേർപ്പ് പൊട്ടി വരും. നിങ്ങൾ റെസ്റ്റ് ചെയ്താൽ ഒരുപാട് സമയം ഇങ്ങനെ പൊട്ടി വന്നുകൊണ്ടിരിക്കും. പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങളിതാ ഈ കൈ കൊണ്ട് ഇങ്ങനെ വടിച്ചാൽ പിന്നെ അവിടെ ഒരു കാരണവശാലും ആ ദിവസം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ഈ ഭാഗത്തുനിന്ന് വേർപ്പ് പുറത്ത് വരാറില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഏത് ഭാഗം തുടച്ച് വിട്ടാലും ശരി, അല്ല ഇവിടെ കർച്ചീപ്പൊക്കെ ചിലർ ഈ ഭാഗം ഇവിടെയൊക്കെ തുടച്ചൊക്കെ സിമ്പിളനായി ചെന്ന് ഒരിടത്ത് മാറി നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യരുത്. നമ്മൾ വ്യായാമം ചെയ്ത് ആ ശരീരത്തിൽ നിന്ന് കൊഴുപ്പും അഴുക്കും പുറത്തു പോകാനുള്ള സമയം കൂടെ കൊടുക്കണം. അത് നിങ്ങൾ തുടച്ച് പേസ്റ്റ് ആക്കരുത്. അതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഇതൊക്കെ. ഇതൊക്കെയാണ് നമുക്ക് നടക്കാൻ പോകുന്ന ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തതും. ഇതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. ഇനി ഇപ്പോൾ നമ്മൾ എങ്ങനെ നടക്കണമെന്ന് ഞാൻ പറഞ്ഞു. നടന്നതിന് ശേഷം വേർപ്പ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്ത് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കഴിക്കുന്ന ആഹാരമാണ് ഇനി മൂന്നാമത് ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളാദ്യം വ്യായാമം ചെയ്യാനുള്ള വയറ് കുറയാൻ ഞാൻ പറഞ്ഞു. അതായത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വയറ് കുറയാൻ എങ്ങനെ അത് പറഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ വേർപ്പിൻ്റെ കാര്യം, തുടയ്ക്കുന്ന കാര്യം. മൂന്നാമത് നിങ്ങൾ കഴിക്കുന്ന ആഹാരം, അതും ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട. നിങ്ങൾ നടന്നിട്ട് ഞാൻ കാണാറുണ്ട് സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കുന്ന വില്ലന്മാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അറിയാമോ? സിഗരറ്റും കയ്യിൽ കത്തിച്ച് രാവിലെ ട്രാക്ക് സൂട്ടിൽ നടക്കുന്ന വില്ലന്മാരെ ഞാൻ കണ്ടു. എന്തിനാണ് ആ സിഗരറ്റ് കയ്യിൽ വയ്ക്കേണ്ട കാര്യമുണ്ടോ? ആ സമയത്തെങ്കിലും പുള്ളിക്കാരൻ ആ പുകവലി ഒഴിവാക്കിക്കൂടെ? അപ്പോൾ അതുപോലെ നമ്മളെ ശരീരത്തിന് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ ദോഷമുള്ള കാര്യം കൂടെ നമ്മൾ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. അത് വെച്ചാണ് ഞാൻ ഇത് പറഞ്ഞത്. ആഹാരം കഴിക്കുന്ന രീതി. ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കൈവീശി വയറകത്തോട്ട് പിടിച്ച് നടക്കുന്ന ഇത്തിരി വിശപ്പുണ്ടാവും, ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ടാവും. ഓടിച്ചെന്ന് നിങ്ങൾ ആരും ആഹാരം കഴിക്കുക എന്ന് വെച്ചാൽ കൊഴുപ്പുള്ള ഒരു കടയിൽ കയറി 2 ഉഴുന്നുവട, അല്ലെങ്കിൽ ഒരു പഴംപൊരി, ഇല്ലെങ്കിൽ ഒരു മധുരം കൂട്ടി ഒരു ചായ, അല്ലെങ്കിൽ മധുരം ഇട്ട് ഒരു ജ്യൂസ്, ഇതൊന്നും നിങ്ങൾ കഴിക്കരുത്. നമുക്ക് വേണ്ടത് ഈ നടന്നിട്ട് പോയതിന് ശേഷം നിങ്ങൾ കഴിക്കേണ്ടത് പ്രോട്ടീനുള്ള അല്പ ആഹാരം മാത്രം മതി. കൊഴുപ്പുള്ള ഒരു സാധനവും നിങ്ങൾ ആ ശരീരത്തിൽ കയറ്റരുത്. കാരണം നമ്മൾ ഇത്രയും നടന്ന് റെഡിയായി നമ്മൾ നടന്ന് കഷ്ടപ്പെട്ട് ഇത്രയും കൊഴുപ്പ് കത്തിച്ച് പുറത്ത് കളഞ്ഞിട്ട് അതേപോലെ തിരിച്ച് കയറ്റിയാൽ എന്താവും? നമ്മൾ നടന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് പോയിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യം ആഹാരം. ഇപ്പോൾ ഒരു 2 അല്ലെങ്കിൽ 3 ദോശ. അതുപോലെ ഞാൻ വേറൊരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് ഞാൻ പറയുന്നുണ്ട്. നടക്കാൻ പോകുന്നവർക്കും വ്യായാമം ചെയ്യുന്നവർക്കും ഞാനൊരു പ്രോഗ്രാം അങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം ഈ ആഹാരത്തെക്കുറിച്ച് മോശമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ട്. എന്താണ് കഴിക്കുന്നതെന്ന് അവർക്കറിയില്ല. വ്യായാമം ചെയ്തിട്ട് പോയി എന്ത് കഴിക്കണമെന്ന് അവർക്ക് അറിഞ്ഞിടത്ത കുറച്ച് പേരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അവർക്ക് വേണ്ടി ഞാനൊരു പ്രോഗ്രാം ഉടനെ ചെയ്യുന്നുണ്ട്. അതിൽ കൂടി ഞാൻ ഫുഡിൻ്റെ ഒരു ഡയറ്റ് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ചെന്നാലുടനെ ഈ നടന്നിട്ട് ചെന്നാലുടനെ നിങ്ങൾ ആരും ഒരു കാരണവശാലും കൊഴുപ്പും എണ്ണയുമുള്ള ആഹാരം കഴിക്കാതിരിക്കുക. സാധാരണ കഴിക്കുന്ന പോലെ ദോശ, അപ്പോൾ ഇടിയപ്പമൊക്കെ കഴിച്ച് മധുരം കുറച്ചൊരു ചായ, അല്ലെ ചായയിൽ മധുരം ഇല്ലെങ്കിലും നല്ലതാണ്. മധുരം അങ്ങനെ ഇപ്പോൾ ഡയബറ്റിക്സിൻ്റെ കൂടുതലുള്ളവർക്ക് മധുരം ഇല്ലാതെയും ചിലവർക്ക് ഷുഗർ ഡൗൺ ആവുന്നവർക്കുണ്ട്. അവർക്ക് അല്പം മധുരം ഇട്ടും കുടിക്കാം. ചായ കുടിക്കേണ്ടത് ഞാൻ പറയില്ല. ചായ കുടിക്കുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എണ്ണപ്പലഹാരങ്ങൾ ഒരു കാരണവശാലും നടക്കുന്നവർ കഴിക്കാതിരിക്കുക. അപ്പോൾ പറഞ്ഞ മനസ്സിലായി. ഇത്രയും കാര്യം കൂടെ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും 1 മാസം കൊണ്ട് നിങ്ങളിപ്പോൾ 2 വർഷം കൊണ്ട് നടക്കുന്ന അതേ റിസൾട്ട് 1 മാസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ഉറപ്പാണ്. എന്നെ വിശ്വസിക്കാം. ഓക്കെ.